വ്യാപാരിയും തത്തയും. ഒരിക്കൽ ഒരു വ്യാപാരി ഒരു വിചിത്രമായ തത്തയെ വാങ്ങി. അതിന് താൻ കണ്ടതും കേട്ടതുമായ എല്ലാ കാര്യങ്ങളും ഓർമ്മയിൽ നിൽക്കുമായിരുന്നു. വ്യാപാരി കച്ചവടത്തിനായി പുറത്തുപോയപ്പോൾ ഭാനു എന്ന അവിശ്വസ്തയായ ജോലിക്കാരി ഒരു വെള്ളിക്കിണ്ണം മോഷ്ടിച്ചു. വ്യാപാരി തിരിച്ചു വന്നപ്പോൾ, എന്റെ ദൈവമേ, എന്റെ വെള്ളിക്കിണ്ണം കാണുന്നില്ലല്ലോ. നീ അത് കണ്ടോ ഭാനു? ഇല്ലല്ലോ, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഭാനു മോഷ്ടിച്ചത് തത്ത കണ്ടിരുന്നു. യജമാനനെ, ഭാനു വെള്ളിക്കിണ്ണം മോഷ്ടിച്ചത് ഞാൻ കണ്ടു. ഇല്ല യജമാനെ, തത്തമ്മ കള്ളം പറയുകയാണ്. ഞാനത് തെളിയിക്കാം. ശരി, നമുക്ക് നോക്കാം. അടുത്ത ദിവസം ഭാനു ഒരു വലിയ വീപ്പയെടുത്ത് തത്തയുടെ കൂട്ടിനു മുകളിൽ വെച്ച് അതിൽ ഉച്ചത്തിൽ അടിച്ച് ശബ്ദമുണ്ടാക്കി. കുറച്ച് വെള്ളമെടുത്ത് കൂട്ടിനുള്ളിൽ ഒഴിച്ചു. കൂടാതെ കണ്ണാടിയുടെ വെളിച്ചം പ്രതിഫലിപ്പിച്ചു. വ്യാപാരി തിരിച്ചു വന്നപ്പോൾ ചോദിച്ചു, തത്തമ്മേ, നീ ഇന്ന് എന്തെങ്കിലും കണ്ടോ? ഇന്ന് ഭയങ്കര ഇടിയും മിന്നലും മഴയുമായിരുന്നു. അതുകൊണ്ട് എനിക്കൊന്നും കാണാനോ കേൾക്കാനോ കഴിഞ്ഞില്ല. പക്ഷെ ഇന്ന് ഇടിയും മിന്നലും ഉണ്ടായിരുന്നില്ലല്ലോ. ഭാനു തന്നെ വിഡ്ഢിയാക്കിയതാണെന്ന് മനസ്സിലാക്കാത്ത മണ്ടനായ വ്യാപാരി തത്തയെ പുറത്തെടുത്ത് വലിച്ചെറിഞ്ഞു. കാളയും കഴുതയും. ഒരിടത്ത് ഒരു വ്യാപാരി ജീവിച്ചിരുന്നു. അയാൾക്ക് മൃഗങ്ങളുടെ ഭാഷ അറിയാമായിരുന്നു. ഒരു ദിവസം ഒരു കാളയും കഴുതയും സംസാരിക്കുന്നത് അയാൾ കേൾക്കാനിടയായി. എന്റെ കൂട്ടുകാരാ, നീ വളരെ ഭാഗ്യവാനാ. നിനക്ക് ജോലി കുറവാണെങ്കിലും നല്ല ഭക്ഷണവും ജീവിക്കാൻ നല്ലൊരു സ്ഥലവുമില്ലേ? ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടും വൈക്കോലാണ് തരുന്നത്. കൂടാതെ എന്റെ തൊഴുത്തിനും വൃത്തിയില്ല. കാളയ്ക്ക് കരച്ചിൽ സഹിക്കാനായില്ല. എന്തൊരു കഷ്ടമാ നിനക്ക്. നോക്ക്, നാളെ നിന്റെ യജമാനൻ വരുമ്പോ അസുഖം പിടിച്ചതുപോലെ ഭാവിക്ക് വൈക്കോലും തിന്നരുത്. ഒരുപക്ഷെ അപ്പം നിന്നെ അയാൾ പരിപാലിക്കും. വ്യാപാരി കഴുതയെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അടുത്ത ദിവസം കാള അസുഖം പിടിപെട്ടതുപോലെ അഭിനയിച്ചു. കഴുതയെ വ്യാപാരി ജോലിക്കായി കൊണ്ടുപോയി. അന്ന് കഴുത വല്ലാതെ ക്ഷീണിതനായി. കാളയെ ഉപദേശിച്ചതിൽ അത് പശ്ചാത്തപിച്ചു. നിന്റെ ഉപദേശത്തിന് വളരെ നന്ദി. ഞാൻ ഇന്നത്തെ ദിവസം ആസ്വദിച്ചു. നാളെ ഞാൻ ഇത് തുടരാൻ പോവാ. വേണ്ട വേണ്ട, ഇത് തന്നെ തുടർന്നാൽ നിന്നെ കശാപ്പുകാരന് വിറ്റുകളയും. അതെയോ? എന്നാൽ അങ്ങനെ ചെയ്യില്ല. കഴുതയുടെ സംസാരം കേട്ട് വ്യാപാരി ചിരിച്ചു. പിന്നീട് ഒരിക്കലും കാള ജോലി ചെയ്യാൻ മടി കാണിച്ചിട്ടില്ല. ഭരണിക്കുള്ളിലെ ഭൂതം. ഒരിടത്ത് ഒരു പാവപ്പെട്ട മുക്കുവൻ ജീവിച്ചിരുന്നു. ഒരു ദിവസം അയാൾ കടലിൽ വലയിറക്കിയപ്പോൾ അയാൾക്കൊരു വലിയ പിച്ചള ഭരണി കിട്ടി. ഓ, ഇതൊരു അമൂല്യമായ ഭരണിയാണ്. ഇത് ഞാൻ ഒരു സ്വർണ്ണ നാണയത്തിന് വിൽക്കും. പെട്ടെന്ന് അയാൾ ഒരു അശരീരി കേട്ടു. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്നെ സ്വതന്ത്രനാക്കൂ, എന്നെ സ്വതന്ത്രനാക്കൂ. അശരീരി കേട്ട മുക്കുവൻ ആശ്ചര്യപ്പെട്ടു. ആ ശബ്ദം ഭരണിക്കുള്ളിൽ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലായി. അയാൾ അതിന്റെ അടപ്പ് തുറന്നപ്പോൾ ഒരു വലിയ ഭൂതം പുറത്തു വന്നു. ഏയ്, നീ ആരാണ്? നിനക്കെന്താ വേണ്ടേ? ഞാനൊരു ഭീകരനായ ഭൂതമാണ്. എനിക്ക് വിശക്കുന്നു, നിന്നെ തിന്നണം. എന്റെ ദൈവമേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ 1000 വർഷങ്ങൾക്കുപരിയായി ഈ ഭരണിക്കുള്ളിലാണ്. എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്. ഞാൻ നിന്നെ പുറത്തു വരാൻ സഹായിച്ചില്ലേ? എന്നെ വെറുതെ വിട്ടേക്ക്. നന്ദിയില്ലാത്ത ആ ഭൂതം മുക്കുവന് രക്ഷപ്പെടാൻ അനുവദിച്ചില്ല. അയാൾക്ക് രക്ഷപ്പെടാൻ ഒരാശയം തോന്നി. ശരി ഭൂതമേ, നീ എന്നെ ഭക്ഷിക്കുന്നതിന് മുമ്പ് എന്റെ ഒരു സംശയം തീർത്തു തരണം. സംശയമോ? നിസ്സാരം. എന്താ നിന്റെ സംശയം? ഇത്രയും വലിയൊരു ഭൂതം എങ്ങനെയാണ് ഒരു ചെറിയ ഭരണിക്കുള്ളിൽ കടന്നുകൂടിയത്? ഇതിനുള്ളിൽ ഞാൻ 1000 വർഷങ്ങൾക്കുപരിയായി ജീവിച്ചത് എങ്ങനെയാണെന്ന് വിശ്വസിക്കാൻ വയ്യേ. ശരി, ഞാൻ കാണിച്ചു തരാം. മണ്ടനായ ഭൂതം ഭരണിക്കുള്ളിൽ കയറി. വളരെ വേഗം മുക്കുവൻ അടപ്പെടുത്ത് ഭരണി അടച്ചു. ആ ഭരണി സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മുക്കുവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു. ബുദ്ധിമാനായ സിൻബാദ്.
സിന്ദ്ബാദ് എന്ന വ്യാപാരി കച്ചവടത്തിനായി ലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് വിശ്രമിക്കാനായി അയാളുടെ കപ്പൽ ഒരു ദ്വീപിൽ കരക്കടിപ്പിച്ചു. സിന്ദ്ബാദ് ഉണർന്നപ്പോൾ, എന്റെ ദൈവമേ, എന്റെ കൂട്ടുകാരൊക്കെ എവിടെ? കപ്പൽ എവിടെ? ഈ ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്കായല്ലോ. അയാൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ നേരം ഇരുട്ടിത്തുടങ്ങി. മഴ പെയ്യാൻ പോവുകയാണോ? അയാൾ സ്തബ്ധനായി മുകളിലേക്ക് നോക്കിയപ്പോൾ, ഓ, അത് റോക്ക് എന്ന വലിയ പക്ഷിയാണ്. അത് ഭയങ്കര അപകടകാരിയാണ്. ആ പക്ഷി അതിന്റെ മുട്ടമേൽ അടയിരിക്കുകയായിരുന്നു. ഞാൻ ഈ തുണി അതിന്റെ കാലിൽ കെട്ടിയിട്ട് അതിൽ പിടിച്ചു തൂങ്ങിയാൽ ഈ ദ്വീപിൽ നിന്ന് എനിക്ക് പുറത്തു കടക്കാം. ആ പക്ഷി ഒരു താഴ്വരയിലേക്ക് പറന്നു. അവിടെ സിന്ദ്ബാദ് കെട്ടഴിച്ചിറങ്ങി. ഇത് ഉയരമുള്ള പർവ്വതങ്ങളാണ്. എനിക്കിവിടെ കയറാനാവില്ല. ഭൂതത്തിന്റെ വായിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന് പിശാചിന്റെ പിടിയിൽ അകപ്പെട്ടതുപോലെ ആയല്ലോ. അവിടെ ഉണ്ടായിരുന്ന അമൂല്യമായ രത്നക്കല്ലുകളും മരതകങ്ങളും വൈഡൂര്യങ്ങളും മാണിക്യങ്ങളും കണ്ട് സിന്ദ്ബാദ് അത്ഭുതപ്പെട്ടു. സൂര്യാസ്തമയത്തോടെ താഴ്വരയിൽ ഇരുൾ വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ സിന്ദ്ബാദ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിച്ചു. പെട്ടെന്ന് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. ചില വ്യാപാരികൾ പറഞ്ഞതോർക്കുന്നു. അവർ മാംസകഷ്ണങ്ങളിൽ പശയൊഴിച്ച് വലിച്ചെറിയും. കഴുകന്മാർ ആ കല്ലുകൾ ഒട്ടിപ്പിടിച്ച മാംസകഷ്ണങ്ങളുമായി പറക്കും. വ്യാപാരികൾ അവയുടെ കൂടുകളിൽ നിന്ന് അവ ശേഖരിക്കുമെന്ന്. സിന്ദ്ബാദിന് രക്ഷപ്പെടാൻ ഒരാശയം ഉദിച്ചു. തനിക്കാവുന്നത്ര രത്നക്കല്ലുകൾ അവിടെ നിന്നും ശേഖരിച്ചു. ഒരു മാംസകഷ്ണത്തോടൊപ്പം തന്നെ ബന്ധിച്ചു. കഴുകൻ ആ മാംസകഷ്ണവും എടുത്തുകൊണ്ട് അതിന്റെ കൂട്ടിലേക്ക് പോയി അതവിടെ ഇട്ടു. അവിടെ നിന്ന് സിന്ദ്ബാദ് കുറെ ദൂരം നടന്ന് പട്ടണത്തിലെത്തി. അങ്ങനെ സിന്ദ്ബാദ് ധനവാനായി സന്തോഷപൂർവ്വം വളരെക്കാലം ജീവിച്ചു.